യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിലേക്ക് വരികയാണ്. ഓരോ ദിവസവും നിങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആലയത്തിൽ എഴുതിയിട്ട പ്രാർത്ഥനകൾ ഓരോന്നിനു വേണ്ടി ദിവസവും എടുത്ത് വിശ്വാസത്തോടെ പറയുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നേ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും വിലയുള്ളതാണ്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനയും ആവശ്യങ്ങളും നിയോഗങ്ങളും കുടുംബവും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതുവരെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് മാറുകയില്ല. ഈ ജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ്. ഓരോ വ്യക്തികളും എത്രയോ താല്പര്യത്തോടും ദാഹത്തോടും കൊതിയോടും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഫലം തരണമേ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ, വ്യക്തികളിൽ, വചനം കേൾക്കുന്ന വ്യക്തികളിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവരിൽ ദൈവിക ഇടപെടലുകൾ ഇന്നു തന്നെ സംഭവിക്കണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഓരോ മുറികളെയും എൻ്റെ പ്രാർത്ഥനാ വിഷയത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തോട് ചേർത്ത് ആ നിയോഗത്തെ സമർപ്പിക്കാം. ഇന്ന് കേൾക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. ഒരുപക്ഷെ ഈ നിയോഗ പ്രാർത്ഥനയിൽ തന്നെ ഈ ഭാഗമൊക്കെ പ്രാർത്ഥനയിൽ എടുത്തിട്ടുള്ളതാണെങ്കിലും ഈ വചനം പ്രത്യേകമാം വിധം ഇന്ന് ഒന്ന് സംസാരിക്കുകയാണ്. അവൻ 20-ാമത്തെ വാക്യം, അവൻ എഴുന്നേറ്റ്, ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ധൂർത്തപുത്രൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. നമ്മളും ഓരോ ദിവസവും എഴുന്നേറ്റ് ദൈവത്തിലേക്ക്, ദൈവവചനത്തിലേക്ക് വരുന്ന ദിവസമാണ്. ഓരോ ദിവസവും എഴുന്നേറ്റ് ദൈവത്തിലേക്ക് വരുന്നുണ്ട്. ഓരോ ദിവസവും എഴുന്നേറ്റ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അതുതന്നെയല്ലേ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും നിയോഗ പ്രാർത്ഥനയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാൻ ആഗ്രഹത്തോടെ ചെല്ലുമ്പോൾ ധൂർത്തപുത്രനെ പോലെ തന്നെയാണ് നമ്മളും എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത ഭാഗം ചിന്തിക്കണം. അങ്ങനെ ചെന്നപ്പോൾ ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. കണ്ടു എന്നൊരു വാക്കുണ്ട്. കാണുക, കണ്ടു. ആരെയാ കണ്ടത്? എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക്, പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നവനെ. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ എഴുന്നേറ്റ്, മാതാപിതാക്കളാകാം, യുവതി യുവാക്കളാകാം, കുഞ്ഞുങ്ങളാകാം, നിങ്ങൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് കാണുന്ന ദൈവമുണ്ട്, കാണുന്നൊരു പിതാവുണ്ട്. നിങ്ങളുടെ ത്യാഗത്തെ കാണുന്ന, ആഗ്രഹത്തെ കാണുന്ന. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിക്കുമ്പോൾ, വചനം പറയുമ്പം ഞാൻ നിങ്ങളോട് പറയാം, ചിലരൊക്കെ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഈ വചനം കേൾക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതുകൊണ്ടൊന്നും നടക്കില്ല, പ്രയോജനമില്ല എന്ന് പറഞ്ഞ്.
ഇന്ന് വചനം പറയുമ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ഓർക്കുവാണ്. കർത്താവേ, ആരൊക്കെയാണ് വചനം കേൾക്ക് മടുത്തവർ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി വചനം കേൾക്കുന്നത് ഗുണമില്ല എന്ന് ചിന്തിച്ച് പാതി വഴിക്ക് നിർത്തിയവരുണ്ട്, ഇനി കേൾക്കുന്നില്ലെന്ന് വച്ചവരുണ്ട്. പ്രിയരെ, നിങ്ങൾ കേൾക്കുന്നത് മനുഷ്യൻ്റെ ശബ്ദമാണെങ്കിലും ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കില്ല, മടുത്തു പുറകോട്ട് പോകാതിരിക്കുക. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ പുറകോട്ട് പോകണമെന്ന് പറഞ്ഞില്ല, മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. പുറകോട്ട് പോകാൻ എളുപ്പമാണ്, മുന്നോട്ട് പോകുമ്പോഴാണ് ചെങ്കടലും പ്രതിസന്ധികളൊക്കെ കാണുക. പുറകോട്ട് പോകാൻ എളുപ്പമാണ്. ജീവിതത്തിൽ പുറകോട്ട് പോയവരുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മുന്നോട്ട് പോയവരുടെ അവസ്ഥയും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രാർത്ഥനയിലും ഒക്കെ മുന്നോട്ട് പോയവരാ ദൈവം ആഗ്രഹിച്ച സ്ഥലത്തെത്തിയത്, കാനാൻ ദേശത്തെത്തിയത്. ധൂർത്തപുത്രൻ തകർന്ന സമയത്ത് പുറകോട്ടാ ചിന്തിച്ചായിരുന്നെങ്കിലുണ്ടല്ലോ, ജീവിതം അവിടം കൊണ്ട് തീർന്നേനെ. മുന്നോട്ട് ചിന്തിച്ചപ്പോഴാ വലിയൊരു നന്മ ജീവിതത്തിൽ കയറി വന്നത്. ഇനി അടുത്തൊരു ഭാഗം വായിക്കുകയാണ്. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അടുത്ത വചനം ശ്രദ്ധിച്ച്, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എങ്ങനെയാണ് ധൂർത്തപുത്രൻ ഇപ്പോൾ വന്നത്? നല്ല സ്പ്രേയുടെ ഗന്ധമായിട്ടാണോ? അല്ല, മുഷിഞ്ഞ വസ്ത്രം, ചെളിപുരണ്ട ശരീരം, കുളിക്കാത്ത ശരീരം, വിയർത്തൊലിച്ച ശരീരം, കുളിച്ചിട്ട് തന്നെ നാളുകളായി കാണും, ചീകാത്ത മുടി, ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം, ഇതെല്ലാം ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയുക? എങ്ങനെയാണ് ചുംബിക്കാൻ കഴിയുക? എങ്ങനെയാണ് ചേർത്ത് നിർത്താൻ കഴിയുക? അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ ചേർത്ത് നിർത്തി എന്നൊക്കെ പറയുമ്പോൾ എന്നാ സൂചിപ്പിക്കുന്ന അറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരാളെ, ദൈവത്തിലേക്ക് വരുന്ന ഒരാളെ ദൈവം എങ്ങനെയാ കാണുന്നത് എന്ന് പഠിപ്പിക്കാനാണ്. മറക്കുമോ ഈ വാക്ക്? പ്രാർത്ഥിക്കുന്നവനെ ദൈവം എങ്ങനെയാ കാണുന്നത്? ദൈവത്തോടടുത്തു വരുന്നവനെ ദൈവം എങ്ങനെയാ സ്വീകരിക്കുന്നത്? സ്വർഗം എങ്ങനെയാ സ്വീകരിക്കുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്വർഗം എങ്ങനെയാ സ്വീകരിച്ചത്? ഓടിച്ചെന്നാ സ്വീകരിച്ചത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന്. സന്തോഷത്തോടെ. നമ്മൾ ചിലപ്പോൾ നല്ല വിഷമത്തോടെയും ദേഷ്യത്തോടെയും പിണക്കത്തോടെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കില്ല. പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല, പിന്നെ ഞാൻ ചുമ്മാ കേൾക്കുവാണ്, ഇന്നും കൂടെ കേട്ട് നോക്കും, ഈ മാസം കൂടെ കേട്ട് നോക്കും, എന്നിട്ട് നടന്നില്ലെങ്കിൽ ഞാനിതൊക്കെ നിർത്തും എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പ്രിയരെ, പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പം 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. നിങ്ങൾ പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുമ്പോൾ സ്വർഗം നിങ്ങളെ സ്വീകരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. ഈ വചനം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഇത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നടക്കുന്നുണ്ട്. നമ്മളും ധൂർത്തപുത്രനെ പോലെയാണ്. ചെളി പുരണ്ട ശരീരമല്ലേലും, ചെളി പുരണ്ട വസ്ത്രമല്ലേലും, ദുർഗന്ധമുള്ള ശരീരമൊന്നും അല്ലേലും എവിടെയൊക്കെയോ നമുക്കും ധാരാളം കുറവുകളുണ്ട്. കുറവുകളുള്ള നമ്മൾ ആ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ആലോചനയിലും സംസാരത്തിലും ഇടപാടുകളിലൊക്കെ കുറവുകളുള്ള നമ്മളും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പം, കുറവുകൾ അറിഞ്ഞ് കുറവുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പം, അതും പ്രാർത്ഥനയോടെ വരുമ്പോൾ, അതും പ്രതീക്ഷയോടെ വരുമ്പോൾ, അതും കൊതിയോടെ വരുമ്പോൾ, പ്രതീക്ഷിക്കുന്നതിലധികമായൊരു അനുഗ്രഹവും അംഗീകാരവുമാണ് സ്വർഗം തരുന്നത്. പ്രതീക്ഷിക്കുന്നതിലധികമായ. ഞാനിത് പറയുന്നത് വെറും വാക്കായിട്ടല്ല, ഇതൊരു വിശ്വാസമാണ്, ഇതൊരു സത്യമാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്. നിയോഗ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഡെയിലി ബ്ലെസ്സിങ് വീണ്ടും പുനരാരംഭിക്കുകയാണല്ലോ. നമ്മൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദിവസേന ആളുകൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്,
ഓരോ ദിവസവും വചനം കേട്ട് ആരംഭിക്കുന്നത് ഒരു മഹത്തായ കാര്യമാണ്, ഒരു ശ്രേഷ്ഠമായൊരു പ്രവൃത്തി തന്നെയാണ്. അതിനൊരു മഹത്വമുണ്ട്, അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. കേൾക്കുന്നതും ഹൃദയത്തിലെത്തുന്നതും ദൈവത്തിൻ്റെ ജീവനുള്ള വാക്കുകളല്ലേ. ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എവിടെയും പിന്നിലായി പോവുകയോ തകർന്നു പോവുകയോ നശിക്കുകയോ ചെയ്യത്തില്ല. പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, വെല്ലുവിളികൾ ഉണ്ടായേക്കാം, പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കും. നമ്മൾ നിയോഗ പ്രാർത്ഥനയുടെ അവസാനത്തെ 10 ദിവസമല്ലേ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങിക്കേ. പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം എങ്ങനെയാണ് സ്വീകരിച്ചത്, ദൈവത്തിലേക്ക് അടുത്തു വരുന്ന വ്യക്തിയെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നെഴുതിയിട്ടുണ്ട്. ഈ നിമിഷം എല്ലാ രോഗികളെയും ഓർത്തൊന്ന് പ്രാർത്ഥിക്കട്ടെ. രോഗികളായിട്ടുള്ളവർ, കർത്താവ് ഈ വചനത്തിലൂടെ അവരുടെ രോഗം സൗഖ്യമാകട്ടെ. ശിരസ് മുതൽ പാദം വരെ രോഗികളായി വേദനയോടെ ഹോസ്പിറ്റലിലോ വീടിലോ മുറികളിലോ ഒക്കെ ആയിരിക്കുന്നവർ, ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർ, ഓപ്പറേഷനെ ഭയപ്പെടുന്നവർ, സകലരെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. പണമില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെച്ചവർ, പൈസയെ ഓപ്പറേഷന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തികം ക്രമീകരിക്കുന്നവർ, ശിരസ് മുതൽ പാദം വരെ ശരീരത്തിൻ്റെ അകവും പുറവും രോഗപീഠകളിൽ കഴിയുന്ന ഓരോരുത്തരും പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്ത് കരങ്ങളെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങളിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകുന്ന സമയമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കണമേ. ശരീരത്തിൻ്റെ വേദനകളെ മാറ്റിക്കൊടുക്കണമേ. ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്, കിഡ്നി രോഗ സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ട്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട്, കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, നടക്കാൻ പറ്റാത്തവരുണ്ട്, നട്ടെല്ല് ബൾജ് ചെയ്യുന്ന അവസ്ഥയിലുള്ളവരുണ്ട്, അപകടം പറ്റി ആക്സിഡൻ്റൊക്കെയായി റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവരുണ്ട്. സൗഖ്യമാകട്ടെ എന്ന് കിടന്ന കിടപ്പിലായി പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടന്ന കിടപ്പിലായിപ്പോൾ അവരെ എഴുന്നേൽപ്പിക്കണമേ. ദൈവശക്തി അവരുടെ ശരീരത്തെ വ്യാപരിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അവരിൽ വെളിപ്പെടണമേ. പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കണമേ. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് നിയോഗ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. 3 പ്രാവശ്യം ചൊല്ലുവാണ്. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച എൻ്റെ ഈ നിയോഗത്തെ ഈ അവസാനത്തെ 10 ദിവസം കൂടുതലായി പ്രാർത്ഥിക്കുന്നു. ആ നിയോഗത്തെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ പ്രാർത്ഥനാവശ്യങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകലമാന തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച, ഇന്ന് കേട്ട വചനത്തിലൂടെ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. ആമേൻ. ബാക്കിയുള്ള 30 പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം മറക്കാതെ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതുവരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നാളെ ഞായറാഴ്ചയാണ്. നാളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ജോലി ആഗ്രഹിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ. ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ, ഒരു നല്ല ജോലിയിലൊരു പ്രമോഷൻ, ജോലിയിലെ സ്ട്രെസ്സ് മാറാൻ ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിട്ട് മാറ്റുകയാണ്. അതോടൊപ്പം നേഴ്സുമാരായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർക്ക്, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സകലരെയും നാളെ ഞായറാഴ്ച ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്യാപകർ, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, നഴ്സുമാർ, ഡോക്ടർമാർ, ലാബിൽ ജോലി ചെയ്യുന്നവർ, മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള
ഒത്തിരി ആളുകളുണ്ടല്ലോ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. സാധ്യമായ എല്ലാവരും പരസ്പരം അറിയിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സകല കുടുംബങ്ങളെയും വ്യക്തികളെയും യുവതീവാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ദൈവസ്നേഹം ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. സംഭവിക്കാൻ സാധ്യതയുള്ള പ്രയാസങ്ങളിൽ നിന്നും എതിർപ്പുകളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. രാത്രിയിലെ ഭീകരതയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരു അനർത്ഥവും വരാതെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദി. ദൈവം അനുഗ്രഹിച്ച സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.